സാറിങ്ങനെ പുറത്തിറങ്ങി നിൽക്കണ്ട. ഇനിയിപ്പോ ആരെങ്കിലും കാണുന്നെങ്കിൽ കാണട്ടോ. എന്നാലും കുഴപ്പമില്ല. എനിക്കെന്റെ മാർക്കയുടെ ജീവനാ പ്രധാനം. അല്ലാതെ ഈ നാടകം പൊളിയുന്ന ചിന്ത എനിക്കിപ്പോ ഇല്ല. ആ വീൽ ചെയർ എടുത്ത് കൊടുക്കും സുമേഷ് ഏട്ടാ. എന്താ സാറേ സംഭവിച്ചത്? സാഗർ വിളിച്ച് പറഞ്ഞിട്ട് മാർക്കോ പെട്ടെന്ന് പോവായിരുന്നല്ലോ. മേഘൻ അറിഞ്ഞു എന്റെ തളർച്ച മാറിയെന്ന്. ഞാൻ നടക്കുന്നുണ്ടെന്ന് അവൻ എങ്ങനെയോ മനസ്സിലാക്കി. എന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോയത് കൊല്ലാനാ. അതിന്റെ ഇടയ്ക്ക് മാർക്കോ തടസ്സമായിട്ട് വന്നത്. ഞങ്ങൾ പോകുന്നിടത്തേക്ക് വരാനായിരുന്നു മാർക്കോയുടെ പ്ലാൻ. എന്നാൽ മുന്നിൽ പോയ മാർക്കോയെ മേഘൻ കാറുകൊണ്ട് ഇടിച്ചു വീഴ്ത്തി. സാറേ ഇരിക്കും സാറേ. എന്നിട്ട് എന്താ സാറേ സംഭവിച്ചത്? അതിനുശേഷം മാർക്കോയെ കൊല്ലാൻ പോയപ്പോ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. കാറിൽ നിന്നിറങ്ങി അവന്റെ പിന്നാലെ പാഞ്ഞു. അതോടെ അവൻ കേട്ടത് സത്യമാണെന്ന് മനസ്സിലാക്കി. ഞാൻ നടക്കുന്നത് ഒരുതരം ഭ്രാന്തമായ സന്തോഷത്തോടെ അവൻ നോക്കിയത്. ആ സമയത്ത് അവൻ മാർക്കയെ കൊല്ലാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാതെ നിവൃത്തിയില്ലായിരുന്നു ലോപ്പസേ. ഞാൻ മേഘനെ ചവിട്ടി വീഴ്ത്തിയിട്ട് അടുത്ത് കണ്ടൊരു പാറക്കഷ്ണം അവന്റെ തലക്കിട്ടു. എന്നിട്ടാ മാർക്കോയെ എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നത്. ഇത് വേറെ ആരും കണ്ടില്ലേ സാറേ? അവൻ അങ്ങനെ ഒരു സ്ഥലത്തൂടെയാ എന്നെ കൊണ്ടുപോയത്. അതുകൊണ്ട് ആരും കണ്ടില്ല. ഇപ്പോഴും അവൻ ആ റോഡരികിൽ കിടക്കുകയായിരിക്കും, ജീവന് വേണ്ടി മല്ലടിച്ച്. ഇനി ഇതിന്റെ പേരിൽ എന്ത് കേസ് വന്നാലും അത് ഞാൻ ഏറ്റെടുത്തോളാം സാറേ. എന്തായാലും സാർ ഇത്രയെങ്കിലും ചെയ്തല്ലോ. എന്റെ മാർക്കോ ഇടിച്ചു വീഴ്ത്തിവൻ ഇനി ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കാൻ പാടില്ല. അവന് കിട്ടേണ്ടത് കിട്ടില്ല ഓഫീസേ. ഇനി നമ്മുടെ മാർക്കയുടെ ജീവനെ പറ്റിയാ നമ്മൾ ചിന്തിക്കേണ്ടത്. ഇങ്ങോട്ടുള്ള യാത്രയിൽ രക്തം ഒരുപാട് വാർന്നുപോയി. ഞാൻ വണ്ടിയെടുത്ത് പായായിരുന്നു. നിങ്ങൾ വാ. ഔട്ട് ഓഫ് റേഞ്ച് ആണല്ലോ എടുത്തി. ഞാൻ അനന്തോട്ടനോട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. മാർക്കോ പിന്നാലെ പോയിട്ടുണ്ടെന്നല്ലേ മഞ്ജു പറഞ്ഞത്? എന്നിട്ടും മാർക്കോയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. ആർക്കും ഒന്നും സംഭവിക്കില്ല എടുത്തി. അങ്ങനെ ഒരു ആത്മവിശ്വാസം എനിക്ക് കിട്ടണമെങ്കിൽ ആരെങ്കിലും ഒന്ന് ഫോൺ എടുക്കണം, എന്നിട്ട് വിവരങ്ങൾ പറയണം. ഇതിപ്പോ വിളിക്കുന്നവരൊന്നും കിട്ടുന്നില്ലല്ലോ. എനിക്കെന്തോ ഒരു ഭയം പോലെ, ആർക്കും ആപത്ത് സംഭവിച്ച പോലെ ഒരു തോന്നല്. അതിപ്പോ മേഘനെ കാണാൻ കണ്ണേട്ടൻ പോകുന്നു അറിഞ്ഞപ്പോ മുതലേ മഹിക്ക് നല്ല പേടിയുണ്ടായിരുന്നല്ലോ. തോമസ് സാറിന്റെ അടുത്തേക്ക് പോകുന്നത് വരെ എനിക്ക് അത്രത്തോളം പേടിയൊന്നും ഉണ്ടായിരുന്നില്ല ലേഖ. പിന്നെ ഡ്രൈവർ സുമേഷ് ഏട്ടനെ അവിടെ നിർത്തിയിട്ട് മേഘനുമായിട്ട് കണ്ടിട്ട് പോയെന്ന് അറിഞ്ഞപ്പോ തൊട്ട എന്റെ നെഞ്ചിടിപ്പ് കൂടിയത്. ഈശ്വര, ആർക്കൊരാപത്തും വരുത്താതിരുന്നാ മതിയായിരുന്നു. എന്നുവെച്ചാ കാലിനെ പോലൊരുത്തനൊപ്പം കണ്ടിട്ടും പോയിരിക്കുന്നെ. എന്താ ഡോക്ടറെ? കാര്യങ്ങൾ കുറച്ച് സീരിയസ് ആണ്.